എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഹ്യൂമന്റെ ലൈഫ് ശരിക്കും എന്താണ്? അപ്പ് ആൻഡ് ഡൗൺ ആണ് അല്ലേ? ഒരു വേവ് ഫോം പോലെയാണ് നമ്മുടെ ലൈഫ് എല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. എപ്പോഴും നമുക്ക് സന്തോഷവും നമ്മുടെ ഹാപ്പിനെസ്സും മാത്രമാണോ? അല്ല, സങ്കടങ്ങളും വിഷമങ്ങളും സ്ട്രഗിൾസും എന്ന ഈസി ആയിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ലൈഫ്. ഈ കല്യാണം കഴിഞ്ഞിട്ട് കുറെ ഇഷ്യൂസ് ഉള്ള കുറെ പാർട്ട്നേഴ്സ് ഉണ്ട് ഇല്ലേ? നമുക്ക് അതിലോട്ട് കിടക്കാം. അവർക്ക് മക്കളുമായി. ഇവരിൽ എന്തെങ്കിലും ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ, അതായത് മാരിറ്റൽ ഇഷ്യൂസ് വരുമ്പോൾ പേരൻസ് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യും. ചെറിയ കുട്ടികളല്ലേ, അവരോട് ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? അപ്പോൾ അവർ പേരൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ വിഷമം ഞങ്ങൾ മക്കളോടല്ല, നമ്മൾ വേറെ ആരോട് പറയും എന്ന് ചോദിക്കാറുണ്ട്. ഈ കൊച്ചു പിള്ളേരോട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്താണ്, ചെറുപ്പത്തിലെ അവർ ഈ കേട്ട് വളരുന്ന എന്താണ്, അപ്പൻ്റെ അമ്മയുടെ എല്ലാം വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ആണ് ഈ പിള്ളേർ കേട്ട് വളരുന്നത്. ഭാവിയിൽ നിന്നല്ല, ആ ഒരു സമയം തൊട്ട് കുട്ടികൾക്ക് എന്താണ്, ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ട്. അവർ ചിന്തിക്കും, അയ്യോ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. പിന്നീട് ഭാവിയിലോട്ട് അവർക്കൊരു സ്ട്രെസ് വന്ന ആൻസൈറ്റി, ഇങ്ങനത്തെ ഒക്കെ കുറെ ഇഷ്യൂസ് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിഷമം പോകാൻ വേണ്ടി നമ്മൾ ആ കുട്ടികളിലോട്ട് ഓവറായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാതിരിക്കുക. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഇഷ്യൂസ് നിങ്ങൾ തന്നെ സോർട്ട് ചെയ്യുക. അവരോട് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. കൂടാതെ കുട്ടികളെ ഓവർ കെയർ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഈ മാരിറ്റൽ ഇഷ്യൂസ് ഒക്കെ വരുന്നിടത്ത് കുട്ടികൾ ഏതെങ്കിലും ഒരു ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ഇവർ കുട്ടികളെ കൂടുതൽ കെയർ ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കുക. കുട്ടികളിൽ ഓവർ കെയർ ചെയ്യാതിരിക്കുക. ഓവറായിട്ട് കുട്ടികളുടെ അടുത്തോട്ട് എക്സ്പ്രസും ആവാതിരിക്കുക ഇമോഷൻസ് ഒക്കെ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെല്ലാം പിന്നെ വേറെ ആരും നോക്കും. അപ്പൊ ശരി, ഓക്കെ, ബൈ, ചാ.